ഓക്കെ, അപ്പൊ ഇന്ന് ആദ്യത്തെ ആള് പാലോളി അബ്ദുള്ളയാണ്. ഫൈസലുദ്ദീന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ജാഫർ വില്യൻ സാഹിബ്? എനിക്ക് ഒന്ന് പുറത്തു പോകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഫൈസലുദ്ദീൻ ഉസ്താദ് മൈക്കിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് നല്ല ഒരു പാട്ടോടുകൂടി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അല്ലെ പാലോളി അബ്ദുള്ള? നല്ല പാട്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ ഞാൻ തുടർന്നാല് പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ കൂടുതൽ നിന്നിട്ട് നമ്മള് കുട്ടികളൊക്കെ കൈ കടഞ്ഞ് എല്ലയിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ആകെ ഇതായി നിൽക്കുകയാണ്. അപ്പൊ പിന്നെ അതിന്റെ ഇടക്ക് ഞാനിങ്ങനെ നീട്ടിക്കൊണ്ടുപോകണ ശരിയല്ല. അപ്പൊ ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി പാലോളി അബ്ദുള്ള മൈക്കെടുക്കും, നല്ലൊരു പാട്ടൊക്കെ പാടും. ഞാൻ മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫാത്തിമ അള്ളാന്റെ ദൂതരെ പൂമോള് ഫാത്തിമ അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ മുത്തായ ദീനിൽ മാതൃക മഹിള ഫാത്തിമ മുത്ത് റസൂല് കരളിന്റെ കഷ്ണ ഫാത്തിമ തങ്കമാർന്ന പൊൻകൊടി തങ്കമാലയ റാണി താരങ്ങൾ പൂത്തപ്പോൾ ചിരിതൂകും സുന്ദരി അഴകുള്ള ഫാത്തിമ അരുമപ്പു ഫാത്തിമ അള്ളാന്റെ ദൂതരെ പൂമോള് ഫാത്തിമ അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. അസ്സലാമലൈക്കും. ഞാൻ LKG പഠിക്കുന്ന കുട്ടിയാണ്. എന്റെ പേര് സൽമ. Where have you been? I have you to London to visit the tube. Pussycat, pussycat, where have you been? Hi. Oh, and then? Where did you do that? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, നല്ല ഉഷാറായിട്ടുണ്ടല്ലോ. എന്റെ LKG പഠിക്കുന്ന കുട്ടിന്റെ പേരെന്താ? പേര് ഞാൻ കേട്ടില്ല കേട്ടോ. LKG പഠിക്കുന്ന കുട്ടിന്റെ പേരെന്താണ്? ആഹാ, സൽമ. അയ്വാ, നല്ല പേരാണല്ലോ. എന്തായാലും നല്ല നിങ്ങൾ ജാഫർ വില്യൻ സാഹിബ് കേട്ടില്ലേ? എന്താ നമ്മള് സൽമ മോൾക്ക് കൊടുക്കുക? മൂങ്ങളൊക്കെയാണല്ലേ സൽമു? അത് ശരി, നല്ല രസമുണ്ടായിരുന്നു അല്ലേ? കൂടെ ഒരാളും കൂടെ പാടിയല്ലോ. രണ്ടാൾക്കാരാണ് പാടിയത് അല്ലേ? രണ്ടാൾക്കാരാണ് പാടിയത്. രണ്ടാള് പാടിയില്ലേ? രണ്ടാള് പാടിക്കുന്നല്ലോ. ഏതായാലും നല്ല രസമുള്ള അതന്നെ. 99 പൂവ് കൊടുക്കാം നമുക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയും കൈ പൊന്തിച്ച് നിൽക്കുക, ഇനിയും പാടിയാല് 100 പൂവ് കിട്ടും അല്ലേ? ഇൻഷാ അല്ലാഹ് നല്ല കുട്ടികളായിട്ട് നല്ല പാട്ടൊക്കെ പാടി ഇൻഷാ അല്ലാഹ് നല്ലൊരു പാട്ട് ഇനിയും പാടും. ഫാത്തിമ മോള് അല്ലേ കൂടെ പാടിയത്? മാഷാ അല്ലാഹ്, നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി ആരാണ്? ഇനി മുനീർ 1971. മുനീർ 1971. ഇൻഷാ അല്ലാഹ് നല്ലൊരു പാട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല കഥയൊക്കെ വരട്ടെ. ഹണിമൂൺ ക്ലാരിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ കഥയൊക്കെ ഉണ്ടാകും. ഇംഗ്ലീഷ് ആണോ ഇനി അറബി ആണോ മലയാളം ആണോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ വെയിറ്റ് ആൻഡ് സീ. മുനീറിന് വേണ്ടി മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എന്റെ ശബ്ദം കേൾക്കാമോ?
ഞാനൊരു പാട്ട് പാടാം. എന്റെ പേര് മാജിദ. കാളികാവിൻ ചണ്ടം ഒരു കാളവെണ്ടിക്കാരനോ, കാലത്തിൽ തോപ്പിൽ നൽകുളിറൂറും തേനോ, നീലാവ് പോൽ ജലിക്കുന്ന മലരേ, ഭാര്യം കുന്നത്തന്ന വീരശൂരരേ, നീലാവ് പോൽ ജലിക്കുന്ന മലരേ, വാര്യം കുന്നത്തന്ന വീരശൂരരേ, പച്ച വിരിച്ച കുളിർമണം ചിന്തിടും വെള്ളുവനാടിന്റെ മണ്ണിൽ, വെള്ളപ്പിശാചിന്റെ തൊക്കില് മുന്നിൽ നെഞ്ഞ് കടിച്ചൊരു ചെണ്ടേ, പച്ച വിരിച്ച കുളിർമണം ചിന്തിടും വെള്ളുവനാടിന്റെ മണ്ണിൽ, വെള്ളപ്പിശാചിന്റെ തൊക്കില് മുന്നക്ക് നെഞ്ഞ് കടിച്ചൊരു ചെണ്ടേ, ചെണ്ടേ കാളികാവിൻ ചെണ്ടം ഒരു കാളവെണ്ടിക്കാരനോ, കാലത്തിൽ തോപ്പിൽ നൽകുളിറൂറും തേനോ, തേനോ മലനാടിൻ മലരായ പൂങ്കനിയോ, ഗണവീര്യൻ ഈമാനിൻ ജോലയാണോ, ധീരെ ജിഹാദിന്റെ നാൾ വഴിയിൽ ഗാനമായി ധർമ്മം നൽകിയോരേ, വെള്ളപ്പിശാചിന്റെ വീരം കെടുത്തിയ വെള്ള നിലാവിന്റെ മുഞ്ച്, വായം കുന്ന തൃശ്ശൂരിനം കണ്ടാലാരും വിറച്ചിരുന്നേരെ, വെള്ളപ്പിശാചിന്റെ വീരം കെടുത്തിയ വെള്ളി നിലാവിന്റെ മുഞ്ച്, വാര്യം കുന്നത്ത് സൂര്യനം കണ്ടാലാരും വിറച്ചിരുന്നേരെ, നേരെ കാളികാവിൻ ചെണ്ടം ഒരു കാളവെണ്ടിക്കാരനോ, കാലത്തിൽ തോപ്പിൽ നൽകുളിറൂറും തേനോ, കോട്ടക്കുന്നിന്റെ മുകളിലൊന്ന് തക്ബീർ മുഴക്കി പറന്നതാണോ, ശറഫുറ്റ ശുഹദാവിൻ നേരിലാണോ, പൂമുത്ത് നാടിന്റെ ഓമലാണോ, ആരുടെ മുന്നിൽ മുട്ടുമടക്കാത്ത ആവശ്യം കാണിച്ച ചെണ്ട്, കാലത്തിനാകുമ്പോ ഇക്കഥമായി കോൻ കണ്ണീര് ചാലിച്ചൊരേടെ, ആരുടെ മുന്നിൽ മുട്ടുമടക്കാത്ത ആവശ്യം കാണിച്ച ചെണ്ട്, കാലത്തിനാകുമ്പോ ഇക്കഥമായി കോൻ കണ്ണീര് ചാലിച്ചൊരേടെ, എടെ കാളികാവിൻ ചെണ്ടം ഒരു കാളവെണ്ടിക്കാരനോ, കാലത്തിൻ തോപ്പിൽ നൽകുളിറൂറും തേനോ, പാടും പാടപ്പാട്ടിൻ തീരടിയിൽ ഇതിഹാസം വിരിയിച്ച നായകരെ, നാടു വിറപ്പിച്ച് പട്ടാളത്തെ നിഷ്പ്രഭമാക്കിയ ജോലയാണോ, ധീരഖിലാഫത്തിൻ ധീരചരിത്രം വെട്ടിത്തിളങ്ങുന്ന മൊഞ്ച്, മൊഞ്ച് മാമലനാടിന്റെ നെഞ്ചകത്തൊപ്പിലുള്ള മലരിന്റെ ചെണ്ട്, ധീരഖിലാഫത്തിൻ ധീരചരിത്രം വെട്ടിത്തിളങ്ങുന്ന മൊഞ്ച്, മാമലനാടിന്റെ നെഞ്ചകത്തൊപ്പിലുള്ള മലരിന്റെ ചെണ്ട്, ചെണ്ട് കാളികാവിൻ ചെണ്ടം ഒരു കാളവെണ്ടിക്കാരനോ, കാലത്തിൽ തോപ്പിൽ നൽകുളിറൂറും തേനോ, നിലാവ് പോൽ ജലിക്കുന്ന മലരേ, ഭാര്യം കുന്നത്തന്ന വീരശൂരരേ, നിലാവ് പോൽ ജലിക്കുന്ന മലരേ, വാര്യം കുന്നത്തന്ന വീരശൂരരേ, പച്ച വിരിച്ച് കുളിർമണം ചിന്തിരും വെള്ളുവനാടിന്റെ മണ്ണിൽ, വെള്ളവിശാചിന്റെ തൊക്കില് മുന്നക്ക് നെഞ്ഞ് കടിച്ചൊരു ചെണ്ടേ, പച്ച വിരിച്ച് കുളിർമണം ചിന്തിരും വെള്ളുവനാടിന്റെ മണ്ണിൽ, വെള്ളപ്പിശാചിന്റെ തൊക്കില് മുന്നക്ക് നെഞ്ഞ് കടിച്ചൊരു ചെണ്ടേ, ചെണ്ടേ കാളികാവിൻ ചെണ്ടം ഒരു കാളവെണ്ടിക്കാരനോ, കാലത്തിൽ തോപ്പിൽ നൽകുളിറൂറും തേനോ. അസ്സലാമു അലൈക്കും. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും. എന്താ റബ്ബ് എന്റെ മൈക്ക്, ഞാൻ പറയണ കേൾക്കുന്നില്ലേ? ക്ലിയർ ഉണ്ടല്ലോ അല്ലേ? അല്ലാഹുമ്മ ലക്കൽ ഹംദ് വലക്കൽ ശുക്ർ വലക്കൽ ഫദ്ൽ വലക്കൽ സനാഉൽ ഹസൻ. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد اللهم صل على سيدنا محمد. ഏറ്റവും പ്രിയപ്പെട്ട KICRലെ കുരുന്നു വിദ്യാർത്ഥികളെ കുരുന്നുകൂട്ടം സജീവമാക്കാൻ വേണ്ടി വന്ന എന്റെ പ്രിയപ്പെട്ട കൊച്ചു അനിയന്മാരെ അനിയത്തിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടലുകളൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പ്രവർത്തനമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. KICRനെ സജീവമാക്കുന്നതും ഇവിടെ വന്ന് പാട്ട് പാടുന്നതും പറയുന്നതും ഒക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന നല്ല ഒരു സൽപ്രവർത്തനമായി നമ്മിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ദുആ ചെയ്യുന്നു. സഹോദരന്മാരെ, അൽ-ഇസ്തിഖാമ ഉസ്താദിന് പുറത്ത് പോകാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൈക്കെടുത്താണ്. ഉസ്താദുമാരുണ്ടെങ്കിൽ ഉസ്താദുമാർ തന്നെയാണ് ഇത് നടത്തേണ്ടത്. ഉസ്താദുമാരില്ലാത്തതുകൊണ്ടാണ് ഞാനൊരു പകരക്കാരനാണ്. എപ്പോഴും ഏത് സമയത്ത് അങ്ങനെയാണ്. ഒരു ഉസ്താദ് ഇല്ലെങ്കിൽ
ഇനി ഉസ്താദുമാരാരെങ്കിലും ഫൈസൽ ഉദവി ഉസ്താദിനും തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും ഞാനിപ്പോ മൈക്കെടുത്ത് സംസാരിക്കുന്നല്ല, ഈ കുട്ടികളെ നമ്മളെ ഈ പാട്ടിങ്ങനെ കേൾക്കുമ്പോ നമ്മളെ കുട്ടികളാണല്ലോ പാടുന്നത്, കേസിയാറിലെ കുട്ടികളാണ്, നമ്മളെ കുട്ടികളാണ് പാടുന്നത്. നല്ല മനോഹരമായ പാട്ട് മാജിദ മോൾ എന്ന ഐഡിയയിലുള്ള മാജിദ മോള്, മുനീർ എന്ന ഐഡിയയിൽ നിന്ന് മാജിദ മോള് പാടി. കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ മോള് പാടിയിരുന്നു തോന്നുന്നുണ്ട്. ഏതായാലും മനോഹരമായ ഒരു പാട്ട്, വാര്യൻ കുന്നത്ത് കുറിച്ചുള്ള പാട്ടായിരുന്നു അല്ലെ? ആ ഉസ്താദ് തിരക്കിലാണ്. നല്ല ഒരു പാട്ടായിരുന്നു. പക്ഷെ കേസറ്റിൽ നിന്ന് എഴുതിയെടുത്തതല്ലേ മോളെ? എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ലേ? കേസറ്റിൽ നിന്ന് എഴുതിയതല്ലേ അത്? അവിടെ തന്നെയാണ് പ്രശ്നം. പിന്നെ കുട്ടികളല്ലേ, കുട്ടികൾ പാടുന്ന സമയത്ത് അതിലുള്ള തെറ്റുകളും അതിലുള്ള ശരിയൊന്നും നമ്മൾ അങ്ങനെ നോക്കാറില്ല. അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ. നല്ല മനോഹരമായ ഈണാണ്, നല്ല രീതിയാണ് കേട്ടോ മൂക്കയും, നല്ല സൗണ്ടാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിലനിർത്തട്ടെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിലനിർത്തട്ടെ. നമ്മളെ കുട്ടികളൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദീനിനും മാതാപിതാക്കൾക്കും സമൂഹത്തിനൊക്കെ ഉപകാരപ്പെടുന്ന മക്കളാക്കി സ്വാലിഹ്യങ്ങളാക്കി അള്ളാഹു വളർത്തട്ടെ. നമ്മളെപ്പോഴും ദുആ ചെയ്യാം. നല്ല പാട്ടായിരുന്നു മോളെ, ഇനിയും മൈക്കിൽ വരണം. നല്ല സൗണ്ടാണ്, അതായത് സൗണ്ട് അള്ളാഹു തആല. ഇപ്പൊ ഞാൻ പാട്ടാടിയാൻ പറ്റൂലല്ലോ, ഞാൻ പാട്ടാടിയാൻ പറ്റുമോ? ഇവിടെ 4 ആളുടെ ഇപ്പൊ 177 ആൾക്കാരുണ്ട്, ഓലൊക്കെ പോയി ക്ലാസ് റൂമിൽ. ആ കോലത്തിലുള്ള പാട്ടേക്ക് അറിഞ്ഞാൽ ഏതായാലും മജിദ മോള് മനോഹരമായി പാടി. ഒരുപാട് പൂവുകൾ ആളുകൾ ഇങ്ങനെ വെതറുന്നുണ്ടായിരുന്നു. ഈ പാട്ടിങ്ങനെ ഉഷാറ് കൂടുമ്പോ, സൗണ്ട് കൂടുമ്പോ, മനോഹരമാകുമ്പോ ആളുകൾ ഇങ്ങനെ പൂവ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ അതെന്തെങ്കിലും നിങ്ങളുടെ എന്താ അറിയില്ല, നിങ്ങൾ അടിക്കുന്ന PM ഇൻഷാ അല്ലാഹ്. ഞാനിപ്പോ പാടുന്നില്ല, നമ്മളെ കുട്ടികൾ പാടട്ടെ. ഏതായാലും ഇനി അനിമോൻ ക്ലാരി എന്ന ഐഡിയയിലുള്ള നമ്മളെ കൊച്ചുകുട്ടികളാണ് വരുന്നത്. ആദ്യം മോന് മൈക്ക് കൊടുക്കായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മോന് തെറ്റിപ്പോട്ടോ. സുഫാന മോളും കുദ്സിയ മോളും ആദ്യം മോന് മൈക്ക് കൊടുത്തോണ്ട് മോന് പാടിക്കോട്ടെ. ചെറിയ കുട്ടിയൊക്കെ ആദ്യം കൊടുത്തില്ലെങ്കിൽ ഓല് വളങ്ങിപ്പോവും. അല്ലെങ്കിൽ പിന്നെ ഓല് നിങ്ങൾ പാടാനയക്കൂല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം കുട്ടിക്ക് മൈക്ക് കൊടുത്താണ്, എന്നിട്ട് നിങ്ങൾ പാടിക്കോളി ഇൻഷാ അല്ലാഹ്. ഏതായാലും ഞാൻ മൈക്ക് വിടുന്നു. നമ്മളെ ബഹുമാനപ്പെട്ട അനിമോൻ ക്ലാരി എന്ന ഐഡിയയിലുള്ള നമ്മളെ പ്രിയപ്പെട്ട കുട്ടികൾ മൈക്കിൽ വരട്ടെ. അസ്സലാമു അലൈക്കും. മുനീറെ, നമ്മളെ വാജിദ മോളും അതുപോലെ തന്നെ ആദ്യം പാടിയപ്പോ 99 പൂട്ടിയ കുട്ടിയുണ്ടല്ലോ, എന്താ കുട്ടി? സെൽമോ, നിങ്ങളും പോകരുതി. നിങ്ങളും മൈക്കിൽ വന്ന് വീണ്ടും ഒരു പാട്ടും കൂടി പാടണം. അപ്പോഴാണ് 100 പൂവും 1000 പൂവൊക്കെ ആകുള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹാനും കളിപ്പിക്കാൻ മുമ്പ് കടി പൊട്ടിക്കണല്ലോ അച്ചടിക്കുന്ന പിള്ള ചെല്ലുക അറ്റാക്ക് ആവാതെ നേരത്തെ പൊട്ടിക്ക. അസ്സലാമു അലൈക്കും. അതെന്റെ അന്യൻ ഹാനിമോൻ ക്ലാരിയാണ്. നമുക്ക് മൈക്ക് എടുക്കാൻ പൂജയിച്ച് പാടിയതാ. എന്റെ പേര് ഫാത്തിമ കുർസിയ. മഹാകവി മോൻകുട്ടി വൈദ്യരുടെ പ്രസിദ്ധമായ ബദർകിസ്സ പാട്ടിൽ നിന്നും ഏതാനും ചില വരികൾ ഞാൻ ഇവിടെ പാടുന്നു. അഹദത്തിലെ അലിഫിലെ മകമിയം അലിഫാക്ഷര പൊരുൾ ബിസ്മില്ല അരുമക്കാലൈ കുത്തുബനുദിനം ഖുർആനിൽ അളകുറ്റലഗോരെ ബിസ്മില്ല ഖുർആനിൽ പൊരുൾ മുഴു തടകിനെ പരിശക്കടൽ പതി ബിസ്മില്ല പട കൊടുക്കുവിനുവൽ വതി മുതൽ ബിസ്മില്ല വഹദത്തോയിൻ ഈൽ അഖിലമു കമരമെ വളർവൂറ്റൊരു തിരു ബിസ്മില്ല
വഹദത്തളകിയ മർത്തബ തർത്തമ വഹയത്തിരുമൊളി ബിസ്മില്ല അഹദത്തിലെ അലിഫ് അലിഫിലെ മഗമിയം അലിഫാക്ഷര പൊരുൾ ബിസ്മില്ല അരിമക്കலை കുത്തുബനുദിനം ഖുർആനിൽ അളകുറ്റലകുരി ബിസ്മില്ല. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഫാത്തിമ സുഫാന. ഞാൻ സൂറത്തുൻ നബ ഓതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا. السلام عليكم. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദ്യം നമ്മളെ മോനാണ് പാടിയത്. ഞാൻ ആദ്യം തന്നെ പ്രതീക്ഷിച്ചതാണ്. മോൻ ആദ്യം മൈക്ക് കൊടുക്കാൻ പറ്റില്ല, ലാസ്റ്റ് മൈക്ക് കൊടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം മോന് മൈക്ക് കൊടുക്കാത്തവന് പ്രശ്നം ഉണ്ടാക്കി. ഈ പ്രാവശ്യം മോന് നമ്മൾ ആദ്യം മൈക്ക് കൊടുത്തു. അപ്പൊ പിന്നെ മൈക്ക് ആർക്കും കൊടുക്കൂല. ചെറിയ കുട്ടികളെ നമ്മളെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയല്ലേ. ഏതായാലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി മോന് മൈക്ക് കൊടുത്താലും ശരി കൊടുത്തില്ലെങ്കിൽ ആദ്യം കുട്ടിയെ കൊടുക്കണം. അഞ്ഞൊരു വീട്ടിലൊരു സാധനം കൊടുത്താലും നമ്മൾ ചോദിക്കണ്ടേ, നമ്മളെ കുട്ടികളുടെ ഇടയിൽ അത് ചെറിയ കുട്ടിയാണ്, ഇതിന്റെ ചെറിയ അനിയനാണ്, അല്ലെങ്കിൽ എന്റെ ചെറിയ കുഞ്ഞു മോളാണ്, ആ കുട്ടിയെ ഞാൻ എപ്പോഴും നോക്കണം, എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയൊരു കഷ്ടം കൊടുക്കേണ്ടത് ആ കുട്ടിക്കാണ് എന്നുള്ളൊരു തോന്നൽ കുട്ടികളുടെ ഇടയിൽ എപ്പോഴും വേണം. ചെറിയതിനെ ബഹുമാനിക്കാന്നല്ല, അവരെ സ്നേഹിക്കുക. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഏത് സമയത്തും നമ്മൾ വീട്ടിലൊക്കെ ചെയ്യേണ്ട അങ്ങനെയാണ്. ഒരു ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുന്ന സമയത്ത് അഞ്ചന്റെയും ജ്യേഷ്ഠന്റെ ഒക്കെ കുട്ടികളുണ്ടാവും. അവിടെ ആ കുട്ടികളോട് ചോദിക്കുക ആർക്ക് ആദ്യം കൊടുക്കുക എന്ന് ചോദിക്കുക. അപ്പൊ ആർക്ക് ആദ്യം കൊടുക്കാന്ന് ചോദിച്ചപ്പോ അപ്പൊ ഓലെ കുട്ടികൾ ചൂണ്ടിക്കാട്ടി തരുതാ കുഞ്ഞോനോട് തളി അറിയും, കുഞ്ഞോനാണ് ചെറുത്, ആദരിക്കുക. അപ്പൊ പിന്നെ ആർക്കാ കൊടുക്കുക ചോദിച്ചു. അപ്പൊ അതിലേറെ കുറച്ച് മൂത്തൊന്നിനെ കുട്ടിയൊക്കെ അറിയും, നമ്മളെക്കാട്ടി അറിയാം. അപ്പൊ ആ കുഞ്ഞോ കൊടുത്തളി അറിയും. അങ്ങനെ കൊടുക്കുക. ഏതായാലും അനിമോൻ ആദ്യം മൈക്ക് കൊടുത്തല്ല, ആയിക്കോട്ടെ. കുട്ടികൾ അങ്ങനെ ചിലപ്പോ മൈക്ക് കിട്ടിയാൽ അത് വിടൊന്നുമില്ല, അത് ചെറിയ കുട്ടികളല്ലേ. ഏതായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ക്ലാസ് റൂമിലൊക്കെ വന്ന് കലാങ്ങളായിട്ട് നമ്മളെ കുരുന്നുകൂട്ടത്തിലൊക്കെ സജീവമാക്കുന്നവരാണ് സുഫാന മോളും ഖുദ്സിയ മോളൊക്കെ. ഏതായാലും പഠിപ്പിലും പഠനത്തിലും ഒക്കെ ദീനിയായ ഇൽമും ഭൗതികപരമായ ഇൽമൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമ്മുടെ കുട്ടികൾക്കും അതേ രൂപത്തിൽ തന്നെ പഠനത്തിലും പഠിപ്പിലും ഒക്കെ അല്ലാഹു പുരോഗതിയും അതുപോലെ തന്നെ ഇൽമും ഒക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ദുആ ചെയ്യുന്നു. പഠനം ഒരുപാട് പഠിക്കണം. ഓരോ ദിവസം ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നാ പറഞ്ഞു. പിന്നെ പറഞ്ഞ കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേറിടും. അതൊക്കെ ഇതാണ്. കള്ളന് കൊണ്ടുപോകാൻ പറ്റൂല, നമ്മൾ പഠിച്ച കള്ളന് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. ഏതായാലും കള്ളന് കൊണ്ടുപോകാൻ പറ്റൂല, നമ്മളിങ്ങനെ കൊടുക്കും തോറും ഏറിടുന്നാണ്. ഇനി വേറെ ആൾക്ക് പറഞ്ഞു കൊടുത്താലും കൂടും, അങ്ങനെ കൂടിക്കൊണ്ട്. ഏതായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൂടുതൽ ഇൽമ്, ഭൗതികപരമായും മതപരമായുള്ള ഇൽമ്, ദീനിയ നാഫിയായ ഇൽമു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ സജീവമായി നമ്മളെ കാലങ്ങളായിട്ട് സുഫാന മോളും ഖുദ്സിയ മോളൊക്കെ പാട്ട് പാടുന്നുണ്ട്, പാനിമോനൊക്കെ പാടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഇനി ദുൽദുൽ എന്ന ഐഡിയിലുള്ള ബഹുമാനപ്പെട്ട കുട്ടിയാണ്. നിങ്ങളൊന്ന് ഉറക്കെ പേര് പറയണം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫവാസ് ഫൈസ് ഉസ്താദിന്റെമാരും അൽ ഇസ്തിഖാമ ഉസ്താദിന്റെമാരും ഞാനൊന്നും യുവാവല്ല. അപ്പൊ നിങ്ങൾ ഉറക്കെ പറഞ്ഞാലേ ഞാൻ കേൾക്കുള്ളൂ. ഉറക്കെ പറയണം കേട്ടോ. ഇൻഷാ അല്ലാഹ് മൈക്ക് വിടുന്നു. മറ്റുള്ള കുട്ടികൾ മഷൂഖ് മജീദ് ഉണ്ട്, സിനാൻ അംജദ്, ഇവരൊക്കെ കുട്ടികളൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരൊക്കെ മൈക്കിൽ വരണം. ദുൽദുൽ എന്ന മൈക്കിൽ നിന്ന് ഐഡിയിൽ നിന്ന് ആ കുട്ടി മൈക്ക് എടുക്കട്ടെ. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹമ്മദ് ഹസൻ. ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. യാ ത്വയ്ബാ യാ ത്വയ്ബാ യാ ദാവൽ അയ്യാല استقنا لك والهوى نادانا والهوى نادانا. Oh Taiba, you're secure in the healing. We miss you so much and hope to see you. We hope to see you. لما صار المركب نساني ساروا والدمع ما جفانا. أخذوا قلبي مع جناني يا طيبة يا تيم الولهانا يا تيم الولهانا. يا طيبة يا طيبة يا داوى العيانة استقنا لك والهوى نادانا والهوى نادانا. قبلتي بيت الله صابر علاني يوما لك زائر. يا ترى هل تراني ناظر للكعبة وتغمرني بأمانة وتغمرني بأمانة. يا طيبة يا طيبة يا داوى العيانة استقنا لك والهوى نادانا والهوى نادانا. Oh Taiba, you're secure in the healing. We miss you so much and hope to see you. We hope to see you. نبينا أغلى أمنياتي أزورك لو مر بحياتي وبجوارك كل صلاتي واذكر ربي واتلو القرآن. يا طيبة يا طيبة يا داوى العيالة استقنا لك والهوى نادانا والهوى نادانا. بشراك المدينة بشراك بقدوم الهدية بشراك. فهل للمأوى في حماك أتملى فالنور سبانا نوركم سبانا. Oh Taiba, you're secure in the healing. We miss you so much and hope to see you. We hope to see you. Ya Taiba ya dawa al-ayyala استقنا لك والهوى نادانا والهوى نادانا. السلام عليكم.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹമ്മദ് ഹസൻ അല്ലേ, മനോഹരമായ പാട്ട്. ഇംഗ്ലീഷ് മിക്സഡ് ഉണ്ട് അല്ലേ? അതിൽ ഇംഗ്ലീഷ് ഒന്നായിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ടാണ്. ഉണ്ട് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ചെറിയ കുട്ടികളൊക്കെ നമ്മളെ കുട്ടികളൊക്കെ നല്ലോണം പഠിക്കുന്നുണ്ട്. മോന് ജലദോഷം ശരിക്കും മാറിയിട്ടില്ല അല്ലെ? മൂക്കടപ്പ് എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ അങ്ങക്ക് മൈക്കിൽ കേൾക്കുമ്പോ അങ്ങനെ തോന്നുക. അങ്ങനെ എന്താ അറിയില്ല, ഇനി അദ്ദേഹത്തിന്റെ ആ കുട്ടിന്റെ സൗണ്ട് ഇല്ല. അങ്ങനെ പിന്നെ ഈ കുട്ടികൾ നമ്മളെ വൈകുന്നേരമൊക്കെ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ചു നേരം കളിക്കാൻ വിടും. എന്നിട്ട് ഈ കളിക്കാൻ ഇങ്ങനെ കുട്ടികളെ വിട്ടിട്ട് അവര് തിരിച്ചു വരുന്ന സമയത്ത് ബാങ്ക് കൊടുക്കാൻ, മഗ്‌രിബിക്ക് ബാങ്ക് കൊടുക്കാനാവുമ്പോഴേ അവര് വീട്ടിക്ക് വരുള്ളൂ. അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും കളിക്കുന്നു. അപ്പൊ തലയ്ക്ക് ആകെ വേർത്തിട്ടുണ്ടാവും. അങ്ങനെ വേർത്ത് ആ വേർപ്പോട് കൂടി കുട്ടികളെ തലയിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ജലദോഷം ആ കുട്ടിക്ക് മാറി കിട്ടൂല. ജലദോഷം ആ കുട്ടിക്ക് മൂക്കടപ്പൊന്നും മാറി കിട്ടൂല. പിന്നെ ഫാന് വലിയൊരു വിഷയമാണ്. അപ്പൊ എന്താ ചെയ്യാ, ശരിക്കും ആ വേർപ്പൊന്നില്ലെങ്കിൽ വറ്റാവളം കാത്തിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് ആ വേർപ്പ് ശരിക്കും തുടച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ തലയിൽ കുട്ടികളെ തലയിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ആ വേർപ്പോട് കൂടി വെള്ളം ഒഴിക്കാൻ പാടില്ല. അത് നമ്മള് ശ്രദ്ധിക്കൂല. ഒന്ന് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. തലയിൽ ആ വേർപ്പ് ശരിക്കും ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും തോർത്തൊക്കെ എടുത്തിട്ട് തുടച്ച് ഇതാക്കിയിട്ട് വേർപ്പ് ഉണങ്ങിയിട്ടേ പിന്നെ തലയിൽ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. വേർപ്പോട് കൂടി ആര് ഇനി എത്ര വലിയ മനുഷ്യന്മാരാണെങ്കിലും വെള്ളം തലയിൽ ഒഴിച്ചാൽ അവർക്ക് ജലദോഷം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പിന്നെന്ത് ചെയ്യാ, നമ്മൾ കുളിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികൾ 3 വയസ്സായപ്പോ മുഹമ്മദ് ഹസനൊന്നും പറ്റൂല കേട്ടോ. ഇൻഷാ അല്ലാഹ് സാരല്ല, ശരിയായിക്കോളും ഇൻഷാ അല്ലാഹ്. ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാവും അത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ, ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ വായിൽ കുറച്ച് വെള്ളം വെച്ചാൽ മതി. ഇപ്പൊ നമ്മള് കുളിക്കുന്ന സമയത്ത് വായിൽ കുറച്ച് വെള്ളം വെക്കുകയാണെങ്കിൽ ജലദോഷം കുറേ ആ ശല്യം അതുകൊണ്ട് മാറിക്കിട്ടും. ചെറിയ കുട്ടികളെ പല്ല, ചെറിയ കുട്ടിയാണെങ്കിൽ അനുമോനൊക്കെ അടിച്ചാൽ വെള്ളം കുടിക്കും. വെള്ളം വായിൽ കുറച്ച് വെക്കുക, എന്നിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, തലയിൽ വെള്ളം ഒഴിക്കുക. ചെറിയ കുട്ടികളെ പറ്റൂല കേട്ടോ. ചെറിയ കുട്ടികൾ ആ വെള്ളമൊക്കെ കുടിക്കും. നമ്മളെ അപ്പൊ ചെറിയ കുട്ടികളെ പറ്റില്ല. കുറച്ച് നമ്മളിപ്പോ 3 വയസ്സോ 4 വയസ്സൊക്കെ ആയ കുട്ടിക്ക് പുടിയോട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വായിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്നിട്ട് ആ കുളി കഴിഞ്ഞിട്ട് തോർത്തിയിട്ട് ശരിക്ക് തോർത്തിട്ട് വെള്ളം തുപ്പിക്കളയാൻ പാടുള്ളൂ. എന്നാ ജലദോഷം ഒരു പരിധി വരെ മാറിക്കിട്ടും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സുഖമാക്കി കൊടുക്കുമാറാകട്ടെ. ജലദോഷങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. ഈ ക്ലാസ് റൂമിന്റെ ബർക്കത്ത് കൊണ്ട് മഹാന്മാരായ ഔലിയാക്കള്, നമ്മുടെ സംസ്ഥാന നേതാക്കന്മാരായ ഔലിയാക്കള്, ആരിഫീങ്ങള്, നമ്മുടെ ഉസ്താദുമാര്, അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉള്ള പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കുമാറാകട്ടെ. മോനെ എന്നും ജലദോഷമാണെന്ന് പറയുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സുഖമാക്കി ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ, പൂർണ്ണ ഷിഫ നൽകട്ടെ. ദുആ ചെയ്യുന്നു ഇൻഷാ അല്ലാഹ്. ഇനി മഷ്ഹൂക്ക് മജീദ് എന്ന ഐഡിയിൽ നിന്ന് വഫാമോളാണോ മഷൂഖ് മോനാണോ എന്ന് അറിയില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് മൈക്കിൽ വരുമ്പോ ഉറക്ക പേര് പറയണം, എന്നാലേ എല്ലാവർക്കും അറിയാൻ കഴിയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, എന്റെ പേര് വഫ. ഞാനൊരു പാട്ട് പാടാം. രാരിരോ രാരാരിരോ രാരിരോ രാരാരിരോ രാരിരോ രാരാരിരോ രാരിരോ രാരാരിരോ. കുഞ്ഞിക്കണ്ണും പൂട്ടി പൊന്നും കിനാവുകൾ കണ്ടുറങ്ങൂ അൽ അമീനെ. കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് കേട്ടുറങ്ങൂ അൽ അമീനെ. കുഞ്ഞിക്കണ്ണും പൂട്ടി പൊന്നും കിനാവുകൾ കണ്ടുറങ്ങൂ അൽ അമീനെ. കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് കേട്ടുറങ്ങൂ അൽ അമീനെ. മക്കത്തെ ഒരു മൺ കുടിലിന്റെ ഉള്ളിൽ
നിന്നാണല്ലോ ആർദ്രമാം ഈ ഒരീണം. വല്ലായ്മ പൂണ്ടേട് ശോകാന്തരത്തില് പൂവായി വിരിഞ്ഞതാണാർദ്രസാരം. മക്കത്തെ ഒരു മൺകുടിലിന്റെ ഉള്ളിൽ നിന്നാണല്ലോ ആർദ്രമാം ഈ ഒരീണം. വല്ലായ്മ പൂണ്ടേട് ശോകാന്തരത്തിൽ പൂവായി വിരിഞ്ഞതാണാർദ്രസാരം. ദുഃഖാർത്തരാവിലും വേർപാട് നോവിലും ദുഃഖാർത്തരാവിലും വേർപാട് നോവിലും ആമീനത്താരാട്ട് അൽ അമീനേ. രാരിരോ 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 കുഞ്ഞിക്കണ്ണും പൂട്ടി പൊന്നും കിനാവുകൾ കണ്ടുറങ്ങൂ അൽ അമീനേ. കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് കേട്ടുറങ്ങൂ അൽ അമീനേ. പൂർണേന്ദു തോൽക്കുന്ന താരിളം മേനിയൽ പൊന്നുമ്മ നൽകുവാൻ വാപ്പയില്ല. ഉമ്മാന്റെ ലോകത്തിൽ മോനോട് കിന്നാരും ചൊല്ലുവാൻ പൊന്നുപ്പ വന്നതില്ല. പൂർണേന്ദു തോൽക്കുന്ന താരിളം മേനിയിൽ പൊന്നുമ്മ നൽകുവാൻ വാപ്പയില്ല. ഉമ്മാന്റെ ലോകത്തിൽ മോനോട് കിന്നാരം ചൊല്ലുവാൻ പൊന്നുപ്പ വന്നതില്ല. അകലേക്ക് പോയെന്റെ പ്രിയമുള്ള തോഴ, അകലേക്ക് പോയെന്റെ പ്രിയമുള്ള തോഴ, യത്തീമായി പോയല്ലോ അൽ അമീനേ. രാരിരോ 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 കുഞ്ഞിക്കണ്ണും പൂട്ടി പൊന്നും കിനാവുകൾ കണ്ടുറങ്ങൂ അൽ അമീനേ. കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് കേട്ടുറങ്ങൂ അൽ അമീനേ. എല്ലാരും എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഫാമോള് പാടുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ച മനോഹരമായ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ആകർഷണമുള്ള പാട്ടായിരുന്നു. വഫാമോള് നല്ല വൃത്തിയായി തന്നെ ആ പാട്ട് പാടി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെ കുറിച്ച് പാടിയാലാണ്, നിങ്ങളൊന്നും ടെക്സ്റ്റ് അടിച്ചാലും ചെറിയ കുട്ടികള്, നമുക്ക് ഏറ്റവും ഇഷ്ടം ആരെ കുറിച്ച് പാടുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാകുക ആരെ കുറിച്ചാണ്? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ആരെ കുറിച്ച് പാടുമ്പോൾ? ഉമ്മാനെ കുറിച്ചോ? ഉമ്മാനെ കുറിച്ചോ? അല്ല, ഞാൻ ഒന്നാമത് എന്നും പറയാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുത്ത് ഹബീബിനെ കുറിച്ച്, മുത്ത് നബിയെ കുറിച്ച് പാടുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാകുക ആ മദീനയെ കുറിച്ചും മുത്ത് നബിയെ കുറിച്ചൊക്കെ പാടുന്ന സമയത്താണ് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടാകുന്ന പാട്ടുകൾ. രണ്ടാമത് ഞാൻ പറയാറുണ്ട്, രണ്ടാമത് നിങ്ങൾ പറഞ്ഞ ഉമ്മ, രണ്ടാമത് പുണ്യനബി, പുണ്യനബി, മുത്തുനബി, പുണ്യനബി എന്നൊക്കെ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് ആരാണ് നിങ്ങൾ പറഞ്ഞ ഒരാൾ അടിച്ചുകൂടെ റേറ്റ് ഉമ്മ, പൊന്നുമ്മ, പൊന്നുമ്മ, പൊന്നുമ്മ. അൽഹംദുലില്ലാ. ഏതായാലും വഫമോൾ കൂടുതൽ നല്ലൊരു മിടുക്കിയായി നല്ല പഠനത്തിൽ പഠിപ്പിലൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറും ബർക്കത്തും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ ചെയ്യുന്നു. അള്ളാഹു മാതാപിതാക്കളൊക്കെ, നമ്മളെ ക്ലാസ് റൂമിൽ വരുന്ന കുട്ടികളൊക്കെ ഉപ്പയും ഉമ്മയും, ഉപ്പച്ചി ഉമ്മച്ചി എന്ന് ചില ഭാഗത്തൊക്കെ പറയട്ടെ, ഉപ്പയും ഉമ്മയും ഒക്കെ പറയുന്ന കേൾക്കുന്ന നല്ല കുട്ടികളാണ്, നല്ല കുട്ടികളാണ്. അല്ല അങ്ങനെ അടി വാങ്ങുന്ന കുട്ടികളൊന്നല്ല. ഏതായാലും നമ്മളെ കുട്ടികളൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നന്നാക്കട്ടെ. എപ്പോഴും ഉമ്മമാരൊക്കെ സ്നേഹിക്കണം. ഉമ്മമാരോടൊന്നും അങ്ങനെ കൂടുതൽ കയർക്കാനോ
ഒന്നും പറയാം കൂടുതൽ നമ്മള് ഒന്നും പറഞ്ഞതേക്കാതെക്കുന്ന സ്വഭാവം നമ്മള് ക്ലാസ് റൂമിലെ കുട്ടികൾക്ക് ഉണ്ടാവില്ല. ഏതായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇനിയും നല്ല കുട്ടികളാക്കി സ്വാലിഹീങ്ങളാക്കി അല്ലാഹു അവരൊക്കെ വളർത്തട്ടെ. മോള് പാടുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ പൂടുന്നുണ്ടായിരുന്നു. നല്ല പാട്ടാവുമ്പോ അങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെ അത് പ്രോത്സാഹനം നൽകിക്കൊണ്ടേയിരിക്കും. ഇനിയും ക്ലാസ് റൂമിലൊക്കെ വന്ന് ക്ലാസ് റൂമിലൊക്കെ സജീവമാക്കണം എന്ന് അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ഇനി പാലോളി അബ്ദുള്ള, നമ്മളാ കുട്ടിന്റെ പേരെന്തേന്നു ഞാൻ മറന്നല്ല. അപ്പത്തെ പാലോളി ഐഡിയുള്ള കുട്ടി എന്തേന്ന് നമ്മള് ആ പേര് പറഞ്ഞത് ആൾക്കാർക്ക് ഓർമ്മ ഉള്ളത്? മറന്നു. പാലോളി ആദ്യം പാടിയില്ലങ്ങള് സൽമ മോളാണ്. മോള് മാഷാ അല്ലാഹ് ദുൽദുലിങ്ങൾക്ക് ഓർമ്മയുണ്ട്. മോളാണ്. മോള് മൈക്കിൽ വരും ഇൻഷാ അല്ലാഹ്. ഇനിയും പാട്ട് പാടും. നേരത്തെ 99 പൂവാണെന്ന് പറഞ്ഞത്. ഇപ്പൊ ഇനി ഇൻഷാ അല്ലാഹ് 100 150 ഒക്കെ പൂവാണ് രൂപത്തിൽ ഉറക്കനെ മോള് പാടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമലൈക്കും. എന്റെ പേര് ജാസി. LKG പഠിക്കുന്നു. ഞാൻ ഫാത്തിഹ ഓതട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. എന്റെ പേര് സൽമ. ഞാൻ LKG പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ ഫാത്തിഹ ഓതുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഫാത്തിമ. ഞാൻ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂൻ മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനക്കും വലിയ ദീൻ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം ജാസിം മോനല്ലേ പാടിയത്? ആദ്യം ജാസിം അല്ലേ പാടിയ? അല്ല, ഓതിയത് ആദ്യം ഫാത്തിഹ ഓതിയത് ആരാ? അല്ല, ഫാത്തിമ മോളാ. ജാസിം എന്നെന്തോ കേട്ടല്ലോ. ആദ്യം ആരാണ് ഫാത്തിഹ ഓതിയത്? സൽമല്ല. സൽമ രണ്ടാമതാണ് സൽമ. മാജിദ മോളെ, സൽമ രണ്ടാമതാണ് മൈക്കെടുത്തത്. ആദ്യം ആരാ ഓതിയത്? ലാസ്റ്റ് ഫാത്തിമ മോൾ. അത് ഞാൻ കേട്ടു. ആദ്യം ജാസിം മോനല്ലേ? അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. രണ്ടാമതാണ് സൽമ മോള്. മൂന്നാമത് ജാസിം മോൻ. മാഷാ അല്ലാഹ്. അല്ല, LKG രണ്ടാളും LKG ആണല്ലേ? ഫാത്തിമ മോള് 1ാം ക്ലാസ്സിലും. അങ്ങനെയാണ് മാഷാ അല്ലാഹ്. ഏതായാലും എനിക്ക് തോന്നുന്നത് നല്ല ജാസിം മോൻ നന്നായിട്ട് ഓതിയിട്ടുണ്ട്. ഫാത്തിഹ LKG പഠിക്കുന്ന കുട്ടി പരമാവധി എങ്ങനെ ഓതാൻ കഴിയുന്ന നന്നാക്കി ഓതിയിട്ടുണ്ട് മോള് രണ്ടാളും.
മറ്റേ ഫാത്തിമ മോൾ 1ാം ക്ലാസ്സിലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കുട്ടികൾക്കൊക്കെ ഇനിയും കൂടുതൽ കൂടുതൽ ഇൽമു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ദുആ ചെയ്യുന്നു. അള്ളാഹു ഒരു പഠിക്കാനുള്ള ഒരു അവസരങ്ങളും സാഹചര്യങ്ങളൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുമാറാകട്ടെ നമുക്കും ആ കുട്ടികൾക്കൊക്കെ, നമ്മുടെ കുട്ടികൾക്കൊക്കെ. ഏതായാലും ജാസുമോനും മനോഹരമായിട്ട് ഓതിയിട്ടുണ്ട്. ഫാത്തിമ മോള് 1ാം ക്ലാസ്സിൽ, അങ്ങനെയല്ല പറഞ്ഞത്, ഫാത്തിമ മോൾ 1ാം ക്ലാസ്സിലല്ലോ പറഞ്ഞത്. എൻ അബ്ദുള്ള, നിങ്ങളെ ലൈവായോ? ലൈവ് അയക്കണ? ഒരു മിനിറ്റ് കേട്ടോ. നമ്മളെ മുനീർ മാജിദ മോൾ ഒരു വട്ടം പാടിയിട്ടുണ്ട്. സിനാൻ അംജദ് മൈക്ക് എടുത്തിട്ട് ഞങ്ങൾക്ക് മൈക്ക് തരട്ടോ. എൻ അബ്ദുള്ള, ഒരു മിനിറ്റ്. സിനാൻ അംജദ്, മുനീർ, മാജിദ മോളെ ഒന്ന് ഇതായിട്ടോ. മാജിദ മോൾക്ക് തന്നെയല്ല ഇനി മൈക്കുള്ളത് കേട്ടോ. സിനാൻ അംജദ് പാടിയിട്ടില്ലല്ലോ. സിനാൻ എവിടെ? സിനാൻ പള്ളിപ്പുറം. അടുത്ത് ഇൻഷാ അല്ലാഹ്. മുനീർ ഇൻഷാ അല്ലാഹ്. ഞാൻ അബ്ദുള്ള ലൈവാണ്, ലൈവ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. സിനാൻ അംജദ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ മൈക്ക് തരാം. കാരണം നമ്മൾ കുട്ടികളും പാടാൻ വന്നിട്ടുണ്ട്, ഒരു അവസരം കൂടി കൊടുക്കാതെ നമ്മൾ അവരെ വിടാൻ പാടില്ല. സിനാൻ അംജദ് മോൻ അവിടെ ഉണ്ടാ? സിനാനില്ലേ? സിറാജ് കോട്ടാപ്പാടത്തിൽ നിങ്ങൾ കുട്ടികളെ അതോ നിങ്ങൾ ലൈവിന് വേണ്ടി റൈസാൻഡ് ചെയ്താണോ? ലൈവ് എനിക്കറിയാം. എൻ അബ്ദുള്ള എനിക്കറിയാം, അബ്ദുൽ സാഹിബ് എനിക്കറിയാം. എന്നാ സിനാൻ അംജദ് മൈക്ക് എടുക്കിട്ടോ ഇൻഷാ അല്ലാഹ്. അസ്സലാമലൈക്കും. എന്റെ പേര് സിനാൻ. ഞാനൊരു പാട്ട് പാടാം. നബിയെ സയ്യിദാനേ അങ്ങോട്ട് വന്നു ചേരു അസ്സലാമലൈക്കും. സിനാൻ മോനെ, എന്താണ് എന്റെ മൈക്കിന് പറ്റിയത്? സിനാൻ മോനെ, നല്ല പാട്ടായിരുന്നു, നല്ല പാട്ട്. സിനാൻ മോനും സാറാണ്. എന്താ എന്റെ പാട്ടിന്, എന്താ എന്റെ മൈക്കിന് പറ്റിയത്? കേൾക്കണില്ലേ? പോയോ? മൈക്ക് കർബാനാണ്, എന്തോ പ്രശ്നമുണ്ട്. ഇൻഷാ അല്ലാഹ്. ഇനി സിറാജ് കോട്ടപ്പാടത്തിലെ കുട്ടികൾ പാടാനാണോ എന്താ അറിയില്ല. സിറാജ് കോട്ടപ്പാടം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അതോ ലൈവിനാണോ? ഇനി എന്നാ മാജിദ മോളും കൂടി. സിറാജ് കോട്ടപ്പാടം എന്താ ഐഡിയിൽ നിനക്കറിയില്ല. നമ്മളെ ക്ലാസ് റൂമിൽ എപ്പോഴുണ്ടാണ് പ്രവർത്തനാണ്. പാടാനല്ലല്ലോ. ഓക്കെ. ഇന്നാ മുനീർ നമ്മളെ മാജിദ മോൾ ഒന്നും കൂടി മൈക്ക് എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ലൈവിന് മൈക്ക് കൊടുക്കാം. ഏതായാലും മുനീർ നമ്മളെ മാജിദ മോൾ വന്നാലും മാജിദ മോൾ മൈക്ക് ഇരിക്കട്ടോ. എന്നിട്ട് നമുക്ക് അബ്ദുള്ള സാഹിബിന് മൈക്ക് കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. എന്റെ ശബ്ദം കേൾക്കാമോ? ഞാനൊരു പാട്ട് പാടാം. മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. അരുമ പുണ്യരുമാരെ പ്രഭയോടെ നീങ്ങി സമസ്ത. പ്രഭാതമോടെ സമസ്ത. മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം.
വരക്കൽ മുല്ലകോയ തങ്ങളെന്ന താരകമേ പിരിച്ചു തന്നു മഹൻ സമസ്തയെന്ന പൂവിതിനെ. വരക്കൽ മുല്ലകോയ തങ്ങളെന്ന താരകമേ പിരിച്ചു തന്നു മഹൻ സമസ്തയെന്ന പൂവിതിനെ. മങ്കീഷ മഹ്ലു ബൈത്തിനാളിറായ പൂങ്കരളെ വിശേഷം ശംസുലുലമ സമസ്തക്കെന്നും പിമ്പലമേ. മങ്കീഷ മഹ്ലു ബൈത്തിനാളിറായ പൂങ്കരളെ വിശേഷം ശംസുലുലമ സമസ്തക്കെന്നും പിമ്പലമേ. വിജ്ഞാന ഗോപുരമായ കണ്ണീയത്തോര സമസ്ത വിസ്മയ സമസ്തയിലേകി CH ഹൈദ്രോസുസ്താദ് പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. കഹീദുൽ കൗമോരും പൂക്കോയ തങ്ങളോരും കത്തിജ്വലിച്ചു നിന്നു സമസ്തയുടെ മുഖദാവിൽ. കഹീദുൽ കൗമോരും പൂക്കോയ തങ്ങളോരും കത്തിജ്വലിച്ചു നിന്നു സമസ്തയുടെ മുഖദാവിൽ. സൈദൂമ ബാഫഖിയും ഉമറലി തങ്ങളോരും സമഗ്ര കർമ്മമേകി സമസ്തയുടെ പാന്താവിൽ. സൈദൂമ ബാഫഖിയും ഉമറലി തങ്ങളോരും സമഗ്ര കർമ്മമേകി സമസ്തയുടെ പാന്താവിൽ. നാട്ടീക മൂസ മുസല്യാർ പ്രയത്നിച്ച പുണ്യ സമസ്ത നേരിൻ തിരി തെളിയിച്ച കേട്ടി മാനു മുസല്യാർ ബഹുമാന ബാപ്പു മുസല്യാർ മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. പുന്നാരക്കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ കത്തിജ്വലിച്ചു നിന്നു സമസ്തയുടെ മുഖദാവിൽ. പുന്നാരക്കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ കത്തിജ്വലിച്ചു നിന്നു സമസ്തയുടെ മുഖദാവിൽ. സൈനുല്ലുലമ ചെറുശ്ശേരി ഉസ്താദോരും പൊന്നു സമസ്തയെ ചേലോടെ വളർത്തുന്നു. സൈനുല്ലുലമ ചെറുശ്ശേരി ഉസ്താദോരും പൊന്നു സമസ്തയെ ചേലോടെ വളർത്തുന്നു. ഉലമാ ഉമറാക്കന്മാർ ലാളിച്ചതായ സമസ്ത പാണക്കാട്ട സയ്യിദർ പരിപാലിക്കുന്ന സമസ്ത പരിഭാവനമം സമസ്ത മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. അരുമ പുണ്യലുമാരെ പ്രഭയോടെ നീങ്ങി സമസ്ത പ്രതാപമോടെ സമസ്ത മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എത്ര പ്രശംസിച്ചാലും പുകഴ്ത്തിയാലും ഈ പാട്ടിന് മതിയാവില്ല. എനിക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ടൊരു പാട്ടായി അത്. വല്ലാത്തൊരു പാട്ടല്ലേ. ഈ ചെറിയ കുട്ടികളെ ഇതെല്ലാം പഠിപ്പിച്ചെടുക്കേണ്ട കാസറ്റിനെ എഴുതിയെടുത്ത് പഠിപ്പിച്ചതായിരിക്കും അല്ലേ. വല്ലാത്ത വോല്യം കുറവ്. എന്താ റസാഖ് ഫൈസി ഉസ്താദ് എന്താ പറയുന്നത്? വോല്യം കുറവോ? വിശദീകരിക്കുന്നു. എല്ലാവരെയും മലയാളത്തിൽ എല്ലാ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരെയും വഫാത്തായ ഉസ്താദുമാരെല്ലാരും പറഞ്ഞു. മാഷാ അല്ലാഹ്, ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കും വേണ്ടേ? മോള് മനോഹരമായിട്ട് നല്ല ഹൃദ്യമായിട്ട് അത് പാടുകയും ചെയ്തു. അത് ഏതായാലും എങ്ങനെയാണ് അത് പുകഴ്ത്തി പറയേണ്ടതെന്ന് അറിയില്ല. ഇൻഷാ അല്ലാഹ് മോക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് നമ്മളെ ഉസ്താദുമാരൊക്കെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവരുടെ വീട്ടിലും അവർക്കൊക്കെ ഉള്ള പ്രയാസങ്ങളൊക്കെ അല്ലാഹു നമുക്കൊക്കെ ഉള്ള പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ച് അത് പെട്ടെന്ന് ആ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കുമാറാകട്ടെ ദുആ ചെയ്യുന്നു. ഇല്ലേ? എല്ലാ നമ്മുടെ ഉസ്താദുമാരും പറഞ്ഞു. നാട്ടിക ഉസ്താദിനെ, KT ഉസ്താദിനെ, എല്ലാ ഉസ്താദുമാരും കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുലുലമയെയും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയും പാണക്കാട് സയ്യിദന്മാരെയും എല്ലാവരെയും പറഞ്ഞു. ഏതായാലും മോളത് കാസറ്റിന്ന് എഴുതിയിട്ട് പഠിച്ചതാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വീട്ടിലൊക്കെ ബർക്കത്തും ഖൈറും റാഹത്തും ഞാമത്തും ഒക്കെ അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അവരുടെ വീടുകളിലും നമ്മുടെ വീടുകളിലൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും റാഹത്തും ഞാമത്തൊക്കെ നൽകുമാറാകട്ടെ ദുആ ചെയ്യുന്നു. മോളത് കേസിന്റെ എഴുതിരുത്താണല്ലേ. എന്നാലും നല്ല സുന്ദരായിട്ട് എഴുതിണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആരാ ഉപ്പ എഴുതി തരുന്നതാ? ആരാ ഉപ്പ ചെയ്തെന്നാണോ? ആരാ എഴുതുന്നു?
മോളെന്നെ എഴുതിയിരുത്തതാണ് കേട്ടുകാണ്ടില്ല. മാഷാ അല്ലാ മാഷാ അല്ലാ. റെക്കോർഡ് ചെയ്തിട്ടില്ല. എന്റെ റെക്കോർഡ് സോഫ്റ്റ്വെയർ ഇല്ല. ഞാൻ മുമ്പേ കുരുന്നുകൂട്ടത്തില് കുട്ടികൾ പാടുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്യായിരുന്നു. നല്ല പാട്ടുകൾ എല്ലാ പാട്ടുകളും റെക്കോർഡ് ചെയ്യും. എന്നിട്ട് രാത്രി ഓപ്പൺ ഫോറം ഉണ്ടാകുന്ന സമയത്ത് അത് വെച്ചിരുന്നു. എന്റെ അടുത്ത് റെക്കോർഡ് സോഫ്റ്റ്വെയർ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്കത് നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനത്തെ നല്ല നല്ല പാട്ടുകൾ റെക്കോർഡ് ചെയ്താൽ മതിയായിരുന്നു. ഇൻഷാ അല്ലാ ഇനിയും മോള് പാടും. അടുത്ത ആഴ്ച ഒന്നും കൂടിയും ഇത് ചെയ്തിട്ട് ഉഷാറായിട്ട് പിന്നെ ഞാൻ പറ്റിയ സൗണ്ടുമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ദുആ ചെയ്യുന്നു. അല്ല എല്ലാവരെയും പറഞ്ഞു ആ പാട്ട് എത്ര ഹൃദ്യമായിരുന്നു എന്ന്, എത്ര ആളുകൾ അതില് ലയിച്ചിരുന്നു എന്നുള്ളത് ആ ടെക്സ്റ്റുകൾ ഇങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയും. ഓരോ ഉസ്താദുമാരുടെ പേര് പറയുമ്പോ നമ്മളൊക്കെ ആവേശത്തിനെന്നുള്ളത് അതെന്താണ്? നമ്മളൊക്കെ സ്നേഹിച്ചത് സുന്നത്ത് ജമാഅത്തിനെയാണ്. നമ്മളൊക്കെ നമ്മളെ ഉസ്താദുമാരെ സ്നേഹിച്ചത് അവരിലുള്ള ഇൽമും തഖ്വയും അവരുള്ള വറവും സൂക്ഷ്മതയൊക്കെ കണ്ടിട്ടാണ് അവരെ നമ്മൾ സ്നേഹിച്ചത്. അതാണ് നമ്മൾ സമസ്തയെ സ്നേഹിക്കുന്നതും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മരിക്കുന്നത് വരെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് സമസ്തക്കാരനായി മരിക്കുന്നത് വരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ ചെയ്യുന്നു. ആ ലൈവ് എത്തിയോ? അബ്ദുള്ള സാഹിബിനോട് പറഞ്ഞിരുന്നു ലൈവ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് വരാന്ന് പറഞ്ഞു പോയതാണ്. റീസ്റ്റാർട്ട് അതിനോട് പറഞ്ഞാണ് പോയത് തന്നെയാണ്. എന്നെ അബ്ദുള്ള സാഹിബ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് വരാന്ന് പറഞ്ഞ് DC ആയി പോയതാ. അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിന് എന്തോ പ്രശ്നം വന്ന്. ഏതായാലും ഇന്ന് നമ്മളെ ക്ലാസ് റൂമിലൊക്കെ വളരെ മനോഹരമായ പാട്ടുകൾ പാടിയ നമ്മളെ കുട്ടികൾ ആരൊക്കെയാണ്? നമ്മളെ അനിമോനിൽ വഫ ഖുദ്സിയ മോളും സുഫാന മോളും അനിമോനും പാടി അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മളെ മാജിദ മോള് പാടി. പിന്നെ സിനാൻ അംജദിന്റെ മൈക്കിന് എന്തോ പ്രശ്നമുണ്ട്. സിനാൻ അംജദ് നല്ല രസാ. സിനാൻ അംജദ് ലൈവ് മണ്ണാർക്കാട്ടുന്ന് സിനാൻ അംജദ് പാടിച്ച് നല്ല കേൾക്കാൻ നല്ല രസാ. അതിന് മൈക്കിന് എന്തോ പ്രശ്നമുണ്ട്. എന്നെ അബ്ദുള്ള സാഹിബ് ജോയിൻഡ് ആയിട്ടുണ്ടോ? അവിടെ കേൾക്കൂല. എന്നാലും വന്നാലും നമുക്ക് മൈക്ക് വിട്ടുകൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരാ പാടിയത്? ജാസിം മോന് ഓതി. പിന്നെ ഫാത്തിമ മോൾ ഓതി. പിന്നെ ഒരു മോളും കൂടി ഉണ്ടായിരുന്നു അതില്. ഫാത്തിമ മോളും സൽമ ഒന്നുകൂടി പാടാൻ പറ്റില്ലേ? മറ്റേ പാട്ട് ചെയ്ത് നമ്മളെ മുനീർ നമ്മളെ മജിദ മോളെ പാട്ട് ഒന്നും കൂടി പാടാം. എന്നെ അബ്ദുള്ള സാഹിബ് മജിദ മോൾക്ക് വേണമെങ്കിൽ എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാന് മുമ്പേ ഒന്നുകൂടി പാട്ടേന്ന് എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ ലൈവ് എത്തുന്നതിന് മുമ്പാണെന്ന് മോൾ ഒന്നുകൂടി പാടുകയാണെന്ന് വെച്ചെങ്കിൽ എല്ലാവർക്കും കേൾക്കുന്നു. അപ്പൊ ഒന്നും കൂടി പാടട്ടെ എന്ന് മോള് യെസ് പറഞ്ഞോ? എന്നാ മോള് മൈക്ക് റീസ്റ്റാർട്ട് ചെയ്യട്ടെ. നമ്മളെ ഉസ്താദുമാരെ പേരിങ്ങനെ പാട്ടിലൂടെ ആണെങ്കിലും പറഞ്ഞ് കേൾക്കാനൊക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ്. കജ്ജ് പൊക്കുമോയ കൈ പൊക്കുമോളെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ പോയോ? പിന്നെ ആരൊക്കെയായിരുന്നു? ദുൽദുൽ നമ്മളെ അസൻ മോന് പാടി അല്ലേ? അസൻ മോന് വഫമോള് ഒക്കെ. എന്നിട്ട് എന്താന്ന് റെക്കോർഡ് ചെയ്തിട്ടില്ല. ആ റെക്കോർഡ് ചെയ്യാനാണ്. മോള് മനോഹരമായി ഒന്നും കൂടി പാടി. ലൈവ് വരുവോളം നമ്മളെ ടൈമാണ്, നമ്മളെ കുട്ടികളുടെ ടൈമാണ് ലൈവ് വരുവോളം. ഇൻഷാ അല്ലാ മോളൊന്നും കൂടി ആ പാട്ട് പാടട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. അരുമ പുണ്യരുമാലേ പ്രഭയോടെ നീങ്ങി സമസ്ത. പ്രതാപമോടെ സമസ്ത. മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. വരക്കൽ മുല്ലക്കോയ തങ്ങളെന്ന താരകമേ പിരിച്ചു തന്നു മൻ സമസ്ത എന്ന പൂവിതിനെ. വരക്കൽ മുല്ലക്കോയ തങ്ങളെന്ന താരകമേ പിരിച്ചു തന്നു മൻ സമസ്ത എന്ന പൂവിതിനെ. മങ്കീഷ മഹ്ലുബൈത്തിനാളിറായ പൂങ്കരളെ വിശേഷ ശംസുലമ സമസ്തക്കെന്നും പിമ്പനമേ. മങ്കീഷ മഹ്ലുബൈത്തിനാളിറായ പൂങ്കരളെ വിശേഷ ശംസുലമ സമസ്തക്കെന്നും പിമ്പലമേ. വിജ്ഞാന ഗോപുരമായ കണ്ണീയത്തോര സമസ്ത.
വിസ്മയ സമസ്തയിലേകി സിയച്ച് ഹൈദ്രോ സുസ്താദ് പാങ്ങില്ല അഹമ്മദ് മുസ്ലിയാർ മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം കഹീദിൽ കൗമോരും പൂക്കോയ തങ്ങളോരും കത്തിജടിച്ചു നിന്നു സമസ്തയുടെ മുഖതാവിൽ കഹീദിൽ കൗമോരും പൂക്കോയ തങ്ങളോരും കത്തിജലിച്ചു നിന്നു സമസ്തയുടെ മുഖതാവിൽ സെയ്തൂമബാഫക്കയും ഉമറലി തങ്ങളോരും സമഗ്ര കർമ്മമേകി സമസ്തയുടെ പാന്താവിൽ കയ്യിദുൽ കൗമോരും പൂക്കോയ തങ്ങളോരും സമഗ്ര കർമ്മമേകി സമസ്തയുടെ പാന്താവിൽ നാട്ടീക മൂസ മുസല്യാർ പ്രയത്നിച്ച പുണ്യ സമസ്ത നേരിൻ തിരി തെളിയിച്ച കേട്ടി മാനു മുസല്യാർ ബഹുമാന്യ ബാപ്പു മുസല്യാർ മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം പുന്നാര കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ കത്തിജലിച്ചു നിന്നു സമസ്തയുടെ മുഖതാവിൽ പുന്നാര കാളമ്പാടി മുഹമ്മദിൻ മുസ്ലിയാർ കത്തിജലിച്ചു നിന്നു സമസ്തയുടെ മുഖതാവിൽ സൈനുലുലമ ചെറുശ്ശേരി ഉസ്താദോരും പൊന്നു സമസ്തയെ ചേലോടെ വളർത്തുന്നു സൈനുലുലമ ചെറുശ്ശേരി ഉസ്താദോരും പൊന്നു സമസ്തയെ ചേലോടെ വളർത്തുന്നു ഉലമാ ഉമറാക്കന്മാർ ലാളിച്ചതായ സമസ്ത പാണക്കാട്ട ശൈദർ പരിപാലിക്കുന്ന സമസ്ത പരിഭാവനമം സമസ്ത മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം അരുമ പുണ്യരുമാലേ പ്രഭയോടെ നീങ്ങി സമസ്ത പ്രഭാതമോട് സമസ്ത മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. അസ്സലാമു അലൈക്കും.